നമസ്കാരം. ഗോവൻ വിശേഷത്തിലേക്ക് സ്വാഗതം. ഗോവന്റെയും ദമന്റെയും ആർച്ച് ഡയോസിസ് പോപ്പ് ഫ്രാൻസിസിന്റെ ഓർമ്മയ്ക്കായി ഏപ്രിൽ 24 രാവിലെ ഓൾഡ് ഗോവയിലെ കത്തീഡ്രൽ ദേവാലയത്തിൽ റിക്വിയം മാസ് നടത്തും. കർദിനാൾ ഫിലിപ്പ് നേരി ഫെറാവോ അധ്യക്ഷത വഹിക്കും. എല്ലാവരെയും പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ ആർച്ച് ഡയോസിസ് ക്ഷണിച്ചു. ഏപ്രിൽ 26 പോപ്പിന്റെ ശവസംസ്കാരത്തോടനുബന്ധിച്ച് ബിഷപ്പ് ഹൗസ് ഓഫീസുകൾ അടച്ചിടും. കർദിനാൾ ഫെറാവോ വെള്ളിയാഴ്ച റോമിലേക്ക് പുറപ്പെടുകയും പാപ്പൽ കോൺക്ലേവിൽ പങ്കെടുക്കുകയും ചെയ്യും. ശാന്തിനഗർ പഞ്ചായത്ത് പരിധിയിലുള്ള ഒരു ചൈനീസ് ഫാസ്റ്റ് ഫുഡ് റെസ്റ്റോറന്റിൽ ചൊവ്വാഴ്ച രാത്രി LPG സിലിണ്ടർ പൊട്ടിത്തെറിച്ചതിനെ തുടർന്ന് തീപിടുത്തമുണ്ടായി. മുഹമ്മദ് മുല്ലയുടെ ഉടമസ്ഥതയിലുള്ള റെസ്റ്റോറന്റിന് വ്യാപക നാശനഷ്ടം ഉണ്ടായതായി മർഗോവ് ഫയർ സ്റ്റേഷനിലെ സ്റ്റേഷൻ ഫയർ ഓഫീസർ ഗിൽ സൂസ പറഞ്ഞു. സംഭവത്തിൽ ഏകദേശം 1 ലക്ഷം രൂപയുടെ വസ്തുക്കൾ കത്തിനശിച്ചു. വലിയ സ്ഫോടനം കേട്ട് പരിഭ്രാന്തരായ നാട്ടുകാർ സ്ഥലത്തെത്തി ഉടൻ തന്നെ അഗ്നിശമന സേനയെ അറിയിച്ചു. ഗ്യാസ് ചോർച്ചയാകാൻ കാരണമെന്ന് സംശയിക്കുന്നു. ഇത്തരം അപകടങ്ങൾ വർദ്ധിച്ചു വരുന്നതിൽ ആശങ്ക പ്രകടിപ്പിച്ച നാട്ടുകാർ അനധികൃതമായി പ്രവർത്തിക്കുന്ന ഫാസ്റ്റ് ഫുഡ് കടകൾക്കെതിരെ ശക്തമായ നടപടി ആവശ്യപ്പെട്ടു. പ്രാഥമിക വിദ്യാഭ്യാസത്തിനായി അധ്യാപകരെ പരിശീലിപ്പിക്കുന്ന 2 വർഷത്തെ ഡിപ്ലോമ ഇൻ എലിമെന്ററി എഡ്യൂക്കേഷൻ കോഴ്സ് 2025-26 അധ്യയന വർഷം മുതൽ നിർത്തലാക്കുമെന്ന് വിദ്യാഭ്യാസ ഡയറക്ടറേറ്റ് പ്രഖ്യാപിച്ചു. 2020 ദേശീയ വിദ്യാഭ്യാസ നയം അഥവാ NEP അനുസരിച്ചാണ് ഈ മാറ്റം. 4 വർഷത്തെ ITEP ആണ് അധ്യാപകരാകാനുള്ള ഏറ്റവും കുറഞ്ഞ യോഗ്യതയെന്ന് NEP നയം പറയുന്നു. ITEP കോഴ്സിൽ ചേരാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടത്തുന്ന നാഷണൽ കോമൺ എൻട്രൻസ് ടെസ്റ്റ് എഴുതണം. ബീഫ് കടത്തിയെന്ന് ആരോപിച്ച് മർഗോവയിലെ റെയിൽവേ സ്റ്റേഷനിൽ സംഘർഷം. കൊങ്കൺ റെയിൽവേ പോലീസ് സ്റ്റേഷനിൽ തിങ്കളാഴ്ച രാത്രി അഴിമതി വിരുദ്ധ ബ്യൂറോയുടെ ഉദ്യോഗസ്ഥർ ബീഫുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പരിശോധിക്കുന്നതിനായി നടത്തിയ റെയ്ഡിൽ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ബീഫാണെന്ന് കരുതുന്ന ഒരു ഇറച്ചി ലോഡും മർഗോ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ മാംസം കണ്ടെത്തിയതിനെ തുടർന്ന് ഹിന്ദു വലതുപക്ഷ സംഘടനകളിൽ ചിലർ പ്രകോപിതരായതിനെ തുടർന്ന് സംഘർഷാവസ്ഥ ഉടലെടുത്തു. തുടർന്ന് സംഭവ സ്ഥലത്തെത്തിയ പോലീസ് മുൻകരുതൽ നടപടിയായി ആ വ്യക്തിയെ കസ്റ്റഡിയിലെടുക്കുകയും പിന്നീട് വിട്ടയക്കുകയും ചെയ്തു. PI ഗുഡ്ലറിനെ ബീഫ് മാഫിയ കുടുക്കിയതാണെന്ന് ഹിന്ദു വലതുപക്ഷ ഗ്രൂപ്പുകൾ ആരോപിക്കുന്നു. ഗോവയിൽ 11.07 കോടി രൂപയുടെ LSD പിടികൂടി. സംഭവത്തിൽ മലയാളിയായ 29 വയസ്സുള്ള മുഹമ്മദ് സമീർ എന്നയാളെ ആന്റി നാർക്കോട്ടിക് സെൽ തിങ്കളാഴ്ച അറസ്റ്റ് ചെയ്തു. ഇയാളുടെ വാടക വീട്ടിൽ നടത്തിയ പരിശോധനയിൽ 106 ഗ്രാം LSDയും 101 ഗ്രാം കഞ്ചാവും കണ്ടെടുത്തു. ഗോവയിൽ ഇതുവരെ രേഖപ്പെടുത്തിയതിൽ വെച്ച് ഏറ്റവും വലിയ LSD പിടികൂടലുകളിലൊന്നാണിത്. ഗോവയിൽ ആദ്യത്തെ വെറ്റിനറി കോളേജ് അടുത്ത അധ്യയന വർഷം മുതൽ പ്രവർത്തനം ആരംഭിക്കും. പദ്ധതി വേഗത്തിലാക്കാൻ മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത് ഉദ്യോഗസ്ഥരോട് നിർദ്ദേശിച്ചു. കുർട്ടി പോണ്ടയിൽ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന ഗോവ കോളേജ് ഓഫ് വെറ്റിനറി സയൻസിന്റെ പുരോഗതി അവലോകനം ചെയ്യുന്നതിനായി ചൊവ്വാഴ്ച ചേർന്ന യോഗത്തിൽ മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത് അധ്യക്ഷത വഹിച്ചു. ഭൂമി കൈമാറ്റം, അടിസ്ഥാന സൗകര്യം, നവീകരണം, ജീവനക്കാരുടെ നിയമനം, ലബോറട്ടറികൾ, കന്നുകാലി ഫാമുകൾ എന്നിവയ്ക്കുള്ള പദ്ധതികൾക്കും യോഗം അന്തിമ രൂപം നൽകി. വെറ്റിനറി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെയും ഗോവ സർവകലാശാലയുടെയും അംഗീകാരത്തിനായി ഈ നിർദ്ദേശം കാത്തിരിക്കുന്ന ഈ കോളേജ് 60 സീറ്റുകളുള്ള ബാച്ചിലർ ഓഫ് വെറ്റിനറി സയൻസ് ആൻഡ് അനിമൽ ഹസ്ബൻഡറി പ്രോഗ്രാമാണ് വാഗ്ദാനം ചെയ്യുന്നത്. കഴിഞ്ഞ വർഷം നവംബറിലാണ് സംസ്ഥാന സർക്കാർ കോളേജ് സ്ഥാപിക്കാൻ അംഗീകാരം നൽകിയത്. നിലവിൽ ശരാശരി 11 വിദ്യാർത്ഥികൾ ഗോവക്കാർക്ക് സംവരണം ചെയ്തിട്ടുള്ള കോളേജുകളിൽ വെറ്റിനറി സയൻസ് പഠിക്കാൻ മഹാരാഷ്ട്രയിലേക്ക് പോകുന്നുണ്ട്. ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയ ആലപ്പുഴ സ്വദേശിയുടെ മൃതദേഹം ബന്ധുക്കൾക്ക് കൈമാറി. ഗോവയിലെ വാഗത്തൂരിലെ താമസസ്ഥലത്ത് ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയ അഖിലിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയ ശേഷം നാട്ടിൽ നിന്ന് എത്തിയ ബന്ധുക്കൾക്ക് കൈമാറി. പ്രാഥമിക അന്വേഷണത്തിൽ ഇത് ആത്മഹത്യയാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചു എങ്കിലും ഇതിന് പിന്നിലുള്ള കാരണം വ്യക്തമല്ല. സംഭവത്തെക്കുറിച്ച് പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കേരളി കൾച്ചറൽ അസോസിയേഷൻ അംഗങ്ങളും PMAയുടെ അംഗങ്ങളും ഗോവ മെഡിക്കൽ കോളേജ് മോർച്ചറിയിലും പോലീസ് സ്റ്റേഷനിലും എല്ലാം ബന്ധുക്കളെ സഹായിക്കുന്നതിനായി മുൻപിൽ ഉണ്ടായിരുന്നു. അസോസിയേഷനുകളുടെ ഈ സഹകരണത്തിന് ബന്ധുക്കൾ നന്ദി രേഖപ്പെടുത്തി. അഖിലിന്റെ മൃതദേഹവുമായി ബന്ധുക്കൾ നാട്ടിലേക്ക് തിരിച്ചു. നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഗോവൻ വിശേഷത്തിന്റെ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ദിവസവും വാർത്തകൾക്കായി ഫോളോ ചെയ്യണമെന്നും വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു.